പാവങ്ങളുടെ എമ്പുരാൻ. എമ്പുരാൻ്റെ കഥയുമായിട്ട് പ്രത്യക്ഷത്തിൽ ബന്ധമൊന്നുമില്ല. പക്ഷേ ആ ഒരു സ്ട്രക്ചർ കണ്ടപ്പോൾ എനിക്കത് ഓർമ്മ വന്നേ ഉള്ളൂ. ആദ്യത്തെ 20-25 മിനിറ്റ് ഭീകരമായ വയലൻസുകളോട് കൂടിയിട്ടുള്ള ഒരു സ്റ്റോറി. അത് കഴിഞ്ഞ് മറ്റൊരു സ്ഥലത്ത് കഥ തുടങ്ങുന്നു. ഇൻ്റർവെല്ലിൻ്റെ അടുക്കാറാകുമ്പോഴേക്കും കേരളത്തിലേക്ക് കഥ എത്തുന്നു. കേരള രാഷ്ട്രീയം. ഇൻ്റർവെല്ല് കഴിയുന്നു. ഇവൻറ്റ്ഫുള്ളായിട്ട് കെയോട്ടിക് സിറ്റുവേഷനിലൂടെ കഥ മുന്നോട്ട് പോകുന്നു. ക്ലൈമാക്സിൽ വില്ലനെ കൊല്ലാൻ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്നു. ശുഭം. എന്തെങ്കിലും തോന്നിയോ? അനന്തങ്കാട് കുറച്ചും കൂടി ഒരു തമിഴ് ഫ്ലേവർ ഉള്ള സിനിമയാണെന്ന് തോന്നി. പിന്നെ ഇതിനകത്ത് ആക്ഷൻ സീക്വൻസുകളൊക്കെ ഒന്നിനൊന്ന് മികച്ചതാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതിലേറെ മികച്ചതാണ്. പാട്ടുകൾ അങ്ങനെ മനസ്സിൽ നിൽക്കുന്നതായിട്ട് ഒന്നും തോന്നിയില്ല. പെർഫോമൻസുകൾ പ്രത്യേകം എടുത്തു പറയേണ്ടത് അപ്പാനി രവി, ഇന്ദ്രൻസ്. ഈ സിനിമയിലെ ഗൂസ് ബംസ് മൊമെൻറ്റ്സ് തരുന്ന എല്ലാ ഡയലോഗുകളും മുരളി ഗോപി കൊടുത്തിരിക്കുന്നത് ഇന്ദ്രൻസിനാണ്. കഥയിലും മൊത്തം ട്രീറ്റ്മെൻറ്റിലും പ്രത്യേകിച്ച് പുതുമയൊന്നും തോന്നിയില്ലെങ്കിലും ഡയലോഗ്സും സ്ക്രീൻ പ്ലേയും ഒക്കെ മുരളി ഗോപി അനായാസമായി എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ദ്രൻസിൻ്റെ പല സീനുകളിലും നമുക്ക് കൈയടിക്കാനൊക്കെ തോന്നും. അപ്പാനി രവിക്കും മികച്ചൊരു വേഷം കുറേ കാലത്തിന് ശേഷം. പിന്നെ അതിനകത്ത് അഭിനയിച്ച എല്ലാവരും പെർഫോമൻസ് വൈസ് ഓക്കെയാണ്. ക്യാരക്ടർ വൈസ് നിഖില വിമലിൻ്റെ ക്യാരക്ടർ മാത്രമാണ് അത്രയും ഡീപ്പായിട്ട് എഴുതാത്തതുള്ളൂ. ബാക്കി എല്ലാവരുടെ ക്യാരക്ടറുകൾക്കും അതിൻ്റേതായൊരു സ്വഭാവമുണ്ട്. ഈ സിനിമ ക്ലൈമാക്സ് വരെ കണ്ടിരിക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കണ്ടിട്ടുള്ള കഥാസന്ദർഭങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. സിനിമ തുടങ്ങുമ്പോൾ ജാഫ്നയിലെ സ്വന്തം മണ്ണിന് വേണ്ടി പോരാടുന്ന ഒരു തമിഴ് വാദി. സിനിമ അവസാനിക്കുമ്പോൾ രാജസ്ഥാനിൽ വെച്ചിട്ട് ഒരു കേരള മുഖ്യമന്ത്രിയെ കൊല്ലുന്നു. അതിനിടയിൽ ജാഫ്നയിൽ നിന്ന് അദ്ദേഹം എങ്ങനെ കേരള മുഖ്യമന്ത്രിയെ കൊല്ലാൻ വേണ്ടി രാജസ്ഥാനിലെത്തി എന്ന് പറയുന്നതാണ് ഈ കഥ. ഈ കഥയിലെ ടെക്നിക്കൽ സൈഡുകളെല്ലാം വളരെ ഭംഗിയായിട്ടുണ്ട്. മുരളി ഗോപിയുടെ ഇതുവരെയുള്ള എല്ലാ സ്ക്രിപ്റ്റ് എടുത്തു വെച്ചാലും ഒരു പുതുമ പോലും തോന്നാത്ത ആദ്യത്തെ സ്ക്രിപ്റ്റാണ് ഇത്. ഇതിനു മുമ്പുള്ള എല്ലാ സിനിമകൾക്കും എന്തെങ്കിലും ഒരു പുതുമ എനിക്ക് തോന്നിയിരുന്നു. ഇതിനകത്ത് അങ്ങനെ പുതുമയൊന്നും തോന്നിയില്ല. പക്ഷേ ആസ് യൂഷ്വൽ കച്ചിക്കുറുക്കിയ ഡയലോഗ്സ്. ഐ എം വെരി ഹാപ്പി ഫോർ ഇന്ദ്രൻസ്. സിനിമ UAE പ്രൊമോഷൻ ചെയ്തത് പോലും തമിഴ് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല. പക്ഷേ ഇതിനകത്ത് എനിക്കിഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നീ കാണണം എന്നുള്ളവർ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും പോയി കാണുക. എല്ലാവരുടെയും ടേസ്റ്റുകൾ വ്യത്യാസമാണ്. ഓക്കെ.